ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത മൊഡ്യൂളിലേക്ക് പോകുകയാണ്. ഇത് ഞാൻ മൂന്നാമത്തെ മൊഡ്യൂളാണ്. നിങ്ങളുടെ സിലബസ് നോക്കിയാൽ ഇത് മൂന്നാമത്തെയാണ്. രണ്ടാമത്തെ മൊഡ്യൂൾ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, അതവിടെ കിടക്കട്ടെ. അത് അതിനേക്കാൾ എളുപ്പം ഇതാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ. അതുകൊണ്ട് ഈസി ആയിട്ടുള്ള എടുത്തിട്ട് ഓക്കെ. അപ്പം നമ്മൾ കൊണ്ടു ഫിനാൻസ് മാനേജർ 4 ഡിസിഷൻസ് എടുക്കണം. ഏതൊക്കെയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ലിക്വിഡിറ്റി ഡിസിഷൻ. എന്താ ഫിനാൻസിങ് ഡിസിഷൻ? ഡിസിഷൻ റിഗാർഡിങ് ദ സെലക്ഷൻ ഓഫ് ദി സോഴ്സസ് ഓഫ് ഫണ്ട്. ഏതൊക്കെ സോഴ്സസ് ഓഫ് ഫണ്ട് ഉപയോഗിക്കണം. അപ്പോൾ ഫിനാൻസിങ് ഡിസിഷനായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പഠിക്കുന്നത്. എന്താണ്? നമുക്കറിയാം, നമ്മൾ ബോറോഡ് ഫണ്ട് ഉപയോഗിക്കണോ, ഓൺഡ് ഫണ്ട് ഉപയോഗിക്കണോ, ഇനി ബോറോഡ് ഫണ്ട് എത്ര രൂപയുടെ നമുക്ക് റേസ് ചെയ്യണം, ഇതൊക്കെ നമുക്ക് തീരുമാനിക്കണം. നമുക്കറിയാം, ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഐദർ നമ്മൾ കടം കൊടുക്കുകയാണെങ്കിൽ, നമ്മളൊരു കമ്പനിക്ക് നമ്മൾ കടം കൊടുക്കുന്നു, പലിശയ്ക്ക് കടം കൊടുക്കുന്നു. നിങ്ങൾക്കറിയാം, പലിശയ്ക്ക് കടം കൊടുക്കുന്നു, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് അറിയാം. നമ്മൾ കടം കൊടുക്കാൻ നമുക്ക് എന്ത് കിട്ടും? പലിശ കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ? നമ്മൾ ഇൻട്രസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ റിട്ടേൺ. ഇനി നമ്മൾ കടം കൊടുക്കുന്നതിന് പകരം ഷെയർ ആണ് എടുക്കുന്നത്. അപ്പോൾ ഷെയർ എടുക്കുമ്പോൾ നമ്മൾ എന്താ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഡിവിഡൻഡ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താ? ക്യാപിറ്റൽ കൊടുക്കുന്ന വ്യക്തി പ്രതീക്ഷിക്കുന്ന റിട്ടേൺ, അവന് കിട്ടുന്ന റിട്ടേൺ, ഈ റിട്ടേണിനാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, നമുക്ക് നോക്കാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മീൻസ് ദ കോസ്റ്റ് വിച്ച് ഈസ് പെയ്ഡ് ഫോർ യൂസിങ് ക്യാപിറ്റൽ. അപ്പം ക്യാപിറ്റൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കോസ്റ്റ്, അതിനാണ് എന്തെന്ന് വിളിക്കുക? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇപ്പം നമ്മൾ 5th ബികോം ഫിനാൻസുകാരെല്ലാം കൂടി 10 ലക്ഷത്തിൻ്റെ ബിസിനസ് തുടങ്ങി. നമ്മുടെ കയ്യിൽ ഒറ്റ പൈസയില്ല. നമ്മൾ എല്ലാവരും കൂടി പലരുടെ അടുത്തു നിന്നായിട്ട് മേടിച്ച് അങ്ങനെ 10 ലക്ഷം രൂപ നമ്മൾ 5% ബോറോ ചെയ്ത് നമുക്ക് 5% എല്ലാവർക്കും കിട്ടി ഉണ്ടോ? ഈ 5% പറയുക നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. 10 ലക്ഷം രൂപ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്ത കോസ്റ്റ് എത്രയാണ്? 5% വെച്ച്. അപ്പോൾ എത്ര കൊടുത്തു? 50,000 രൂപ കൊടുത്തു. ഓക്കെ, ഈ 50,000-നാണ് പറയുക കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഉണ്ടോ? ഓർ ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് റിട്ടേൺ റിക്വയർഡ് ടു പേഴ്സ്വേഡ് ദി ഇൻവെസ്റ്റർ ടു മേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താ പേഴ്സ്വേഡ് ചെയ്യുക? പ്രേരിപ്പിക്കുക. നിങ്ങൾ ലോയിൽ പഠിച്ചാണ് പേഴ്സ്വേഷൻ ലീഡ്സ് ടു കൊയേഷൻ എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻവെസ്റ്ററെ പ്രേരിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഓഫ് റിട്ടേണിനാണ് എന്തെന്ന് വിളിക്കുക? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം. ലിസൺ. So when an investor or when a person lend money or when a person invest money, he expects some return. This return is called cost of capital. So in simple words, cost of capital is the rate of return expected by an investor. Clear അല്ലേ? ഇനി ജോൺ ജെ ഹാംപ്ടൺ പറഞ്ഞു, ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ദ ഫേം റിക്വയേഴ്സ് ഓൺ ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്. അവിടെ വേർഡ് ആഡ് ചെയ്യണം കേട്ടോ. ഓൺ ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ദ ഫേം ഇൻ ദ മാർക്കറ്റ് പ്ലേസ്. ഫേമിൻ്റെ വാല്യൂ കൂട്ടണം. നമ്മൾ പറഞ്ഞു, വെൽത്ത് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് നമ്മൾ പഠിച്ചതാണ്. ഫേമിൻ്റെ വാല്യൂ കൂട്ടണം, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ കൂട്ടണം. അപ്പോൾ ആ വാല്യൂ കൂട്ടാൻ വേണ്ടി ഒരു ഫേമിന് ഏൺ ചെയ്യേണ്ട ഇൻവെസ്റ്റ്മെൻറ്റിൽ കിട്ടേണ്ട റേറ്റ് ഓഫ് റിട്ടേൺ, അതിനാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇപ്പം ഞാൻ ആ എക്സാമ്പിൾ തന്നെ പറയട്ടെ. നമ്മൾ 10 ലക്ഷം രൂപ കടം മേടിച്ചു 5%. നമുക്ക് മിനിമം, എന്നിട്ട് നമ്മൾ ആ 10 ലക്ഷം രൂപയും കൊണ്ട് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. നമുക്കറിയാം, ഇൻവെസ്റ്റ് ചെയ്ത് പറഞ്ഞാൽ എന്താ ചെയ്തു? ബിസിനസ് നടത്താൻ ആവശ്യമായ കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റും എല്ലാം മേടിച്ച് നമ്മൾ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 10 ലക്ഷത്തിൻ്റെ ബിസിനസ് തുടങ്ങി. നമുക്ക് മിനിമം എത്ര ശതമാനം കിട്ടണം? ലാഭം 5% അല്ലേ? 5% എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാനായിട്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഒക്കെ കഴിഞ്ഞിട്ട് 5% റിട്ടേൺ കിട്ടിയാലേ നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മൾ ആദ്യത്തെ വർഷം 50%, 50,000 രൂപ കിട്ടിയിട്ടുള്ളൂ. രണ്ടാമത്തെ വർഷം നമുക്ക് 1,50,000 രൂപ റിട്ടേൺ വന്നു എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15% റിട്ടേൺ. 1,50,000 രൂപ. എത്ര പലിശ കൊടുത്താൽ മതി? 50,000 രൂപ. ബാക്കി എത്രയുണ്ട് നമുക്ക് ലാഭമായിട്ട്? 1 ലക്ഷം. അപ്പോൾ നമുക്ക് ലാഭം 1 ലക്ഷം ഉണ്ട്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കും? നമ്മൾ ഡിവിഡൻഡ് കൊടുക്കും. ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ഷെയറിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും. ഡിമാൻഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും? മാർക്കറ്റ് പ്രൈസ് കൂടും. 10 രൂപയ്ക്ക് മേടിച്ച ഷെയർ ഇപ്പോൾ സപ്പോസ് 15 രൂപയായി ഉണ്ടോ?
ഫേമിൻ്റെ വാല്യൂ കൂടിയാണ്, ഷെയർ ഹോൾഡർ വെൽത്ത് കൂടിയാണ്. അതുകൊണ്ടാണ് ഹാംപ്ടൺ പറഞ്ഞു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ദ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ ദ ഫേം വിച്ച് ഹാസ് ടു ഏൺ ഓൺ ദിസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിനു വേണ്ടി ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഫേം. ഓക്കെ, വൺ മോർ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. അക്കോർഡിംഗ് ടു സോളമൻ എസ്ര, അയാൾ പറഞ്ഞ ഡെഫിനിഷനാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് ദ മിനിമം റിക്വയർഡ് റിട്ടേൺ, മിനിമം ഓർ കട്ട് ഓഫ് റേറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഞാൻ പറഞ്ഞു 5% ഞാൻ പലിശയ്ക്ക് മേടിച്ച് നമ്മൾ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ മിനിമം നമുക്ക് 5% കിട്ടണം. ആ 5% മേലെ എത്രയേറെ കിട്ടുന്നുണ്ടോ അതെല്ലാം നമ്മുടെ പോക്കറ്റിലേക്ക് പോകുന്നതാണ്. ഉണ്ടോ? അപ്പോൾ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് ഈസ് റിക്വയർഡ് ഓൺ ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നമ്മൾ എന്നിട്ട് അത് ഇവിടെ ചെയ്തു, ആ പൈസ കൊണ്ട് നമ്മൾ ഫിക്സഡ് അസറ്റൊക്കെ മേടിച്ച് ബിസിനസ് നടത്തുക. അപ്പോൾ നമുക്ക് മിനിമം എത്ര കിട്ടണം? ആ 5%. ഇതിനാണെന്ന് വിളിക്കുക കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, ഇറ്റ് ഈസ് ദ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ഓർ കട്ട് ഓഫ് റേറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. കട്ട് ഓഫ് റേറ്റ് ഫോർ അല്ല, കട്ട് ഓഫ് റേറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പോൾ സോ എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? ഒന്നുകൂടെ പറയട്ടെ. ഇറ്റ് ഈസ് ദ rate of return expected by the capital contributors. When the investors contribute capital or fund to the firm, they expect some return. This rate of return is called as cost of capital, or it is the cost paid for using the capital given by the investors. ഫേമിനെ സംബന്ധിച്ചോളം ഇറ്റ് ഈസ് ദ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ or cut off rate of capital expenditure. Minimum rate of return which is required on this investment in order to increase the value in the market place. Okay, definition by heart ആക്കണം. ഇനി എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? ഒന്ന്, ഇറ്റ് ഈസ് നോട്ട് എ കോസ്റ്റ്. ഇതൊരു കോസ്റ്റ് അല്ല, ബട്ട് എന്താണ്? ഇറ്റ് ഈസ് ദ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ദാറ്റ് എ ഫേം റിക്വയേഴ്സ്. നിങ്ങൾക്കറിയാം, സാധാരണക്കാരോട് ചോദിച്ചു നോക്കിക്കേ, ഞാൻ 5% പലിശയ്ക്കാണ് ഞാൻ ബിസിനസ് പലിശയ്ക്ക് കടം മേടിച്ചിട്ട് ഞാൻ ബിസിനസ് നടത്തുകയാണെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് മിനിമം എനിക്ക് 5% ലാഭം കിട്ടണം. അപ്പോൾ എന്താ, എനിക്ക് കിട്ടിയ ലാഭം ഇൻട്രസ്റ്റ് ആയിട്ട് ഞാൻ കൊടുത്തു. ഉണ്ടോ? എല്ലാ എക്സ്പെൻസസും കഴിഞ്ഞിട്ട് എനിക്ക്, അതാണ് പറയുന്നത് ഇറ്റ് ഈസ് എ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എ ഫേം ഹാസ് ടു ഏൺ ഓൺ ദ ഇൻവെസ്റ്റ്മെൻറ്റ്. രണ്ട്, ഇറ്റ് ഈസ് ദ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് വേരിയസ് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. നിങ്ങൾ പഠിക്കുന്നുണ്ട് എന്താ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. സോ ഇറ്റ് ഈസ് ദ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ഓൾ ദ സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ. മൂന്നാമത്തെ, ഇറ്റ് ഈസ് ദ റിവാർഡ് ഫോർ ടേക്കിംഗ് റിസ്ക്. ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ രണ്ട് തരം നമ്മൾ പഠിച്ചതാണ്. ഏതൊക്കെ റിസ്ക് നമ്മൾ പഠിച്ചതാണ്? അൺസിസ്റ്റമാറ്റിക് റിസ്കിൽ പെടുന്ന ഏതൊക്കെ റിസ്ക്കാണ്? 2 റിസ്ക്കാണ്, ബിസിനസ് റിസ്ക്, ഫിനാൻഷ്യൽ റിസ്ക്. പഠിച്ചല്ലേ? ഉണ്ടോ? ബിസിനസ് റിസ്ക് ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക്. ഈ റിസ്ക് എടുക്കുമ്പോൾ അവന് കിട്ടുന്ന റിട്ടേൺ ആണ്. വെൻ ആൻ ഇൻവെസ്റ്റർ അസ്യൂംസ് റിസ്ക്. ഒരു ഇൻവെസ്റ്റർ റിസ്ക് എടുക്കുകയാണെങ്കിൽ അവന് എന്ത് കിട്ടണം? റിട്ടേൺ കിട്ടണം. കൂടുതൽ റിസ്ക് എടുക്കുകയാണെങ്കിലോ കൂടുതൽ റിട്ടേൺ. ഏത് ഇൻവെസ്റ്റർക്കാണ് കൂടുതൽ റിസ്ക് ഉള്ളത്? നമ്മൾ കണ്ടു, ഇക്വിറ്റി ഷെയർ ഹോൾഡർക്കാണ്. പോയി കിട്ടിയാൽ കിട്ടി. അപ്പോൾ ഇക്വിറ്റി ഷെയർ എടുക്കുമ്പോൾ ആ ഇൻവെസ്റ്റർ ഹയർ റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് എ റിവാർഡ് ഫോർ ടേക്കിംഗ് റിസ്ക്. ഏതൊക്കെ റിസ്ക്? ബിസിനസ് റിസ്ക് ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക്. 3, ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. എപ്പോഴും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ പെർസെൻറ്റേജ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ കാണുന്നത് ടൈപ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഒന്ന് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ കോസ്റ്റ്. ഒന്ന് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, രണ്ടാമത്തെ ഫ്യൂച്ചർ കോസ്റ്റ്. The cost which has already been incurred for financing project is called historical cost. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ പ്രോജക്റ്റിന് വേണ്ടി നമ്മൾ എത്ര രൂപയാണോ മേടിച്ചത് അതിന് നമുക്ക് ചിലവായ റിട്ടേൺ അല്ലെങ്കിൽ നമ്മൾ അതിന് കൊടുത്ത റിട്ടേൺ, അതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ദ കോസ്റ്റ് വിച്ച് ഈസ് ഓൾറെഡി ഇൻകേർഡ് ഇൻ ദ പാസ്റ്റ്. ഉണ്ടോ? വിച്ച് ഹാസ് ഓൾറെഡി ബീൻ ഇൻകേർഡ് ഇൻ ദ പാസ്റ്റ് ഫോർ ഫിനാൻസിങ് എ പ്രോജക്റ്റ്, ദാറ്റ് ഈസ് കോൾഡ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിന് വലിയ പ്രാധാന്യം കുറവാണ്. ഇമ്പോർട്ടൻസ് ഇസ് ലെസ്, കാരണം ഓൾറെഡി ഇൻകേർഡാണ്. നമ്മളെപ്പോഴും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എപ്പോഴും ഏതിനെക്കുറിച്ചാണ് വറീഡ് ആകുന്നത്? ഫ്യൂച്ചറിനെ കുറിച്ച്. അതുകൊണ്ടാണ് രണ്ടാമത്തെ കോസ്റ്റ് ഫ്യൂച്ചർ കോസ്റ്റ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ആക്ച്വൽ കോസ്റ്റ് ഇൻകേർഡ്. ഫ്യൂച്ചർ കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് എക്സ്പെക്റ്റഡ് കോസ്റ്റ് ഓഫ് റേസിംഗ് ഫണ്ട്സ് ഇൻ ദ ഫ്യൂച്ചർ. ഉണ്ടോ? It is the expected cost of funds to be raised
ഫോർ ഫിനാൻസിങ് എ പ്രോജക്റ്റ് ഇൻ ദ ഫ്യൂച്ചർ. അപ്പം നമ്മൾ 2022 നമ്മൾ ബിസിനസ് വിപുലീകരിക്കണം. നമ്മൾ 10 ലക്ഷം രൂപയുടെ ബിസിനസ്സാണ് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ പറയുക ഒരു 5 ലക്ഷം രൂപയും കൂടെ നമുക്ക് അടുത്ത വർഷം വേണം. ഈ 5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് എത്ര കോസ്റ്റ് കൊടുക്കേണ്ടി വരും? അതിനാണ് എന്തെന്ന് വിളിക്കുക? ഫ്യൂച്ചർ കോസ്റ്റ്. ഓക്കെ, സോ ഫ്യൂച്ചർ കോസ്റ്റ് ഈസ് ദ എക്സ്പെക്റ്റഡ് കോസ്റ്റ് ഓഫ് റേസിംഗ് ഫണ്ട്സ് ഇൻ ദ ഫ്യൂച്ചർ. Okay, so historical cost means the cost which has already been incurred in the past, or the cost which has already been incurred for financing a project in the past. It is actual cost. അതാണ് നമുക്ക് ആക്ച്വൽ കോസ്റ്റ്. ഓക്കെ, രണ്ടാമത്തെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റോ, ദിസ് എ കോസ്റ്റ് ടു ബി ഇൻകേർഡ് ഫോർ റേസിംഗ് ഫണ്ട്സ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ റേസ് ചെയ്യാൻ പോകുന്ന ഫണ്ടിന് നമ്മൾ കൊടുക്കേണ്ട കോസ്റ്റിനാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. രണ്ടാമത്തെ സ്പെസിഫിക് കോസ്റ്റ് ആൻഡ് കോമ്പോസിറ്റ് കോസ്റ്റ്. ഞാൻ പറഞ്ഞു ഏതൊക്കെയാണ് സോഴ്സസ് ഓഫ് ഫണ്ട്. നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ ആ ഓർഡറിൽ പഠിച്ചിട്ടുണ്ടാകും. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. ഈക്വിറ്റി ക്യാപിറ്റൽ, പ്രിഫറൻസ് ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ദെൻ ലോങ് ടൈം ബോറോയിങ്സിൽ ഡിബഞ്ചർ, ലോണ്, പബ്ലിക് ഡെപ്പോസിറ്റ്. ഇതാണ് നമ്മുടെ സോഴ്സസ് ഓഫ് ലോങ് ടൈം ഫണ്ട്. അപ്പം ഈക്വിറ്റി ക്യാപിറ്റലിസ്റ്റ് എന്താ കൊടുക്കുക? ഡിവിഡൻഡ് കൊടുക്കും. പ്രിഫറൻസ് ക്യാപിറ്റലിസ്റ്റ് എന്താ കൊടുക്കുക? ഡിവിഡൻഡ് കൊടുക്കും. ലോൺ ലെൻഡേഴ്സ്, ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവർക്ക് എന്ത് കൊടുക്കും? ഇൻട്രസ്റ്റ് കൊടുക്കും. ദെൻ ഡിബഞ്ചർ എടുത്തവർക്ക് എന്ത് കൊടുക്കും? ഡിബഞ്ചർ ഹോൾഡർക്ക് എന്ത് കൊടുക്കും? ഇൻട്രസ്റ്റ് കൊടുക്കും. ഇതിനാണ് സ്പെസിഫിക് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം എന്താ സ്പെസിഫിക് കോസ്റ്റ്? ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് എ പർട്ടിക്കുലർ സോഴ്സ് ഓഫ് ഫിനാൻസ്. ഒരു പർട്ടിക്കുലർ സോഴ്സ്, അതാണ് കോസ്റ്റ് ഓഫ് ഈക്വിറ്റി. ഈക്വിറ്റി ക്യാപിറ്റലിന് കൊടുക്കുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കാണ് ഡിവിഡൻ്റ് ആണ് കോസ്റ്റ് ഓഫ് ഈക്വിറ്റി, കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ. ഓക്കെ, ഇതിനാണ് സ്പെസിഫിക് കോസ്റ്റ്. ക്ലിയർ? ദ കോസ്റ്റ് വിച്ച് ഈസ് റിലേറ്റഡ് വിത്ത്, അസോസിയേറ്റഡ് അല്ലെങ്കിൽ റിലേറ്റഡ് വിത്ത് കേട്ടോ, നിങ്ങൾക്ക് അറിയാവുന്ന വേർഡ് ഇട്ടാൽ മതി. ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ഓർ കണക്റ്റഡ് വിത്ത് എ പർട്ടിക്കുലർ സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ സച്ച് ആസ് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ, കോസ്റ്റ് ഓഫ് ഈക്വിറ്റി ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഡിബഞ്ചർ, കോസ്റ്റ് ഓഫ് ബോണ്ട്, കോസ്റ്റ് ഓഫ് ലോണ്. ഇതെല്ലാം സ്പെസിഫിക് കോസ്റ്റ്. രണ്ട്, കോമ്പോസിറ്റ് കോസ്റ്റ്. എന്താ കോമ്പോസിറ്റ് കോസ്റ്റ്? ഈസ് ദ ഓവറോൾ കോസ്റ്റ്. ഓവറോൾ കോസ്റ്റ് ഓർ ഇറ്റ് റെഫേഴ്സ് ടു ദ കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് ഓൾ ദ സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ. ഇപ്പം ഞാൻ പറഞ്ഞു നമ്മൾ 10 ലക്ഷം രൂപയുടെ ബിസിനസ് തുടങ്ങി. അതിൽ 5 ലക്ഷം രൂപ സപ്പോസ് ബോറോഡ് ഫണ്ട്, 5 ലക്ഷം രൂപ ഓൺഡ് ഫണ്ട്, 5 ലക്ഷം രൂപ ഓൺഡ് ഫണ്ട്. അപ്പോൾ ഇതിൻ്റെ മൊത്തം ഈ 10 ലക്ഷത്തിൻ്റെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനാണ് എന്ത് വിളിക്കുക? കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ എന്താ കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? ഇറ്റ് റെഫേഴ്സ് ടു ദ കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് ഓൾ ദ സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ ടേക്കൺ ടുഗെദർ. ഇറ്റ് ഈസ് കോൾഡ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. എന്തുകൊണ്ടാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? നിങ്ങൾ പിന്നെ പഠിക്കുന്നുണ്ട്. നമ്മൾ വെയിറ്റ് എടുക്കും. ഇവിടെ വെയിറ്റ് എത്രയാണ്? 5 lakh is to 5 lakh. അപ്പം 1:1. അപ്പം നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക ഈ വെയിറ്റൂടെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയും. നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ മനസ്സിലാകും. ഉണ്ടോ? അടുത്തതാണ് ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്. സോ ഏതൊക്കെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇമ്പോർട്ടൻ്റ് ആണ്? ഒന്ന് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്, ഫ്യൂച്ചർ കോസ്റ്റ്. രണ്ട് സ്പെസിഫിക് കോസ്റ്റ്, കോമ്പോസിറ്റ് കോസ്റ്റ് ഓർ WACC. എന്താ WACC? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ. മൂന്നാമത്തെ ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. ആവറേജ് കോസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞു, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, WACC. WACC എന്താ? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് എന്താ? ഇറ്റ് റെപ്രസെൻറ്റ് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അക്രോസ് ഓൾ സോഴ്സസ് ഓർ ഓൾ ദ സോഴ്സസ് ഓഫ് ക്യാപിറ്റലിനാണ് കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് ഓൾ ദ സോഴ്സസ് ഓഫ് ക്യാപിറ്റൽ ഈസ് കോൾഡ് ആസ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓർ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നമ്മൾ പഠിച്ചതാണ്. ഓർ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓർ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓർ കോമ്പോസിറ്റ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇതെല്ലാം സെയിം തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞു നമുക്ക് ഇപ്പോൾ ഈക്വിറ്റി ക്യാപിറ്റലുണ്ട്, പ്രിഫറൻസ് ക്യാപിറ്റലുണ്ട്, ഡിബഞ്ചറുണ്ട്. ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം കൂടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഒരുമിച്ച് കണ്ടുപിടിച്ചാൽ അതിനാണ് എന്തെന്ന് വിളിക്കുക? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ.
അടുത്തത് ഇവിടെ നമുക്ക് വെയിറ്റ് കൊണ്ടാണ് എടുക്കുന്നത്. വെയ്റ്റഡ് നമ്മളിപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാകും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ഈച്ച് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ വെയ്റ്റഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ ക്യാപിറ്റൽ ആൻഡ് അത് നിങ്ങൾ ഇപ്പം ശ്രദ്ധിക്കേണ്ട. അപ്പോൾ വൈ കാൽക്കുലേറ്റിംഗ് WACC വെയ്റ്റും എടുക്കും. വെയ്റ്റ് പ്രൊപ്പോർഷൻ ഓരോന്നിൻ്റെ പ്രൊപ്പോർഷൻ എടുത്തിട്ടാണ് അതിൻ്റെ വെയ്റ്റ് എന്ത് കണ്ടുപിടിക്കുന്നത്, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. ബാക്കി ഞാൻ പിന്നീട് പറഞ്ഞു തരും. അടുത്ത മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അഡീഷണൽ കോസ്റ്റ് ഓഫ് റേസിങ് അഡീഷണൽ ഫണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് ഇപ്പോൾ സപ്പോസ് നേരത്തെ എക്സാമ്പിളിൽ നമുക്ക് 10 ലക്ഷം രൂപയാണുള്ളത്. നമുക്ക് അഡീഷണലായിട്ട് ഒരു 5 ലക്ഷം രൂപയും കൂടെ വേണം. ഈ 5 ലക്ഷം രൂപയുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനാണ് എന്തെന്ന് വിളിക്കുക, മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ആദ്യത്തെ 10 ലക്ഷം നമ്മൾ 5% കിട്ടി. ഇനിയും ഈ 5 ലക്ഷത്തിന് നമുക്ക് അഡീഷണൽ ക്യാപിറ്റൽ വേണം. ഇതിന് എത്രയാണ് നമ്മൾ കോസ്റ്റ് കൊടുക്കേണ്ടത്? ഇതിനാണ് മാർജിനൽ കോസ്റ്റ്. ഉണ്ടോ, മാർജിനൽ കോസ്റ്റ് ഈസ് ദ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ന്യൂ ഫണ്ട് ടു ബി റേസ്ഡ് ബൈ ദ കമ്പനി. ന്യൂ ഫണ്ട് ഓർ ഇറ്റ് ഈസ് ദ ആവറേജ് കോസ്റ്റ് ഓഫ് അഡീഷണൽ സോഴ്സ് ഓഫ് ഫണ്ട് ടു ബി റേസ്ഡ്. കിട്ടിയെന്ന് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ആവറേജ് കോസ്റ്റ് ഓഫ് അഡീഷണൽ സോഴ്സ് ഓഫ് ഫണ്ട് ടു ബി റേസ്ഡ് ഓർ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് അഡീഷണൽ ഫണ്ട്സ് ടു ബി റേസ്ഡ്. ഇറ്റ് ഈസ് ദ എക്സ്ട്രാ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഉണ്ടോ, എക്സ്ട്രാ ആയിട്ട് ഞാൻ പറഞ്ഞു 10 ലക്ഷം രൂപയുടെ ബിസിനസ്സാണ്, നമുക്ക് 5 ലക്ഷം രൂപയുടെ വേണം. ഈ 5 ലക്ഷം രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണോ റേറ്റ് ഓഫ് റിട്ടേൺ, അതിനാണെന്ന് വിളിക്കുക മാർജിനൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. സോ ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് റേസിങ് അഡീഷണൽ ഫണ്ട്സ്. അടുത്തത് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് മീൻസ് ദ കോസ്റ്റ് ഓഫ് എനി സോഴ്സ് ഓഫ് ക്യാപിറ്റൽ that is the discount rate that equates the present value of cash inflows with the present value of cash outflows. ഇത് പഠിക്കണേ. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്, it is the rate of return at which present value of inflows are equals to present value of outflows. പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസും നമ്മൾ പഠിച്ചല്ലേ. പ്രസൻറ്റ് വാല്യൂ എന്താ, പ്രസൻറ്റ് വാല്യൂ നമ്മൾ പഠിച്ചു അല്ലേ. പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസും പ്രസൻറ്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോസും ഈക്വലായി വരുന്ന റേറ്റ് ഓഫ് റിട്ടേൺ, ഇതിനാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. അത് നമ്മൾ പിന്നീട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. പഠിക്കുമ്പം ബാക്കി വ്യക്തമാകും. ഇപ്പോൾ ഇത്ര മാത്രം പറയാം. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് മീൻസ് ഇസ് ദ ഡിസ്കൗണ്ട് റേറ്റ് ഓർ റേറ്റ് ഓഫ് റിട്ടേൺ ഓർ ഡിസ്കൗണ്ട് റേറ്റ് അറ്റ് വിച്ച് വാട്ട് ആർ ഈക്വൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ് ആൻഡ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോസ് ആർ ഈക്വൽസ്. ഈക്വേഷൻ ഈക്വൽ ആകുന്നത് നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് റിട്ടേൺ ഓർ ഇറ്റ് ഈസ് എ ഡിസ്കൗണ്ട് റേറ്റ് അറ്റ് വിച്ച് വാട്ട് ആർ ഈക്വൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ് ആൻഡ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോസ് ആർ ഈക്വൽ. ഓക്കെ, അല്ലെങ്കിൽ NPV 0. നിങ്ങൾ ഓഡിറ്റിങ്ങിൽ ഇതിൽ പഠിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ EDPയിലൊക്കെ എന്താ NPV, നെറ്റ് പ്രസൻറ്റ് വാല്യൂ, ഡിഫറൻസ് ബിറ്റ്വീൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ്, പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ് മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോസ്. ഇത് പഠിച്ചതാണ്. അതിനാണ് NPV 0 ആയിട്ട് വരുന്നു. അതിനാണ് എന്ന് വിളിക്കുക എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. ദെൻ ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്താ കേട്ടോ. ഇംപ്ലിസിറ്റ് കോസ്റ്റ് മീൻസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് ക്യാൻ ബി ഏൺഡ് ബൈ ഇൻവെസ്റ്റിംഗ് ദ ഫണ്ട്സ് ഇൻ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ 10 ലക്ഷം രൂപയ്ക്ക് ബിസിനസ് തുടങ്ങി. നമുക്ക് പ്രതീക്ഷിച്ച റിട്ടേൺ എത്രയാണ്? സപ്പോസ് 10%. നമ്മൾ പ്രതീക്ഷിച്ച റിട്ടേൺ 10%. ഇനി നമ്മൾ വിചാരിക്കുക ഈ 10 ലക്ഷം രൂപ ബിസിനസ് തുടങ്ങുന്നതിന് പകരം ഞാൻ ബ്ലേഡിൽ കൊടുക്കുമായിരുന്നെങ്കിൽ നമുക്കൊരു 15% കിട്ടുമായിരുന്നു. സപ്പോസ് 15 വേണ്ട, അപ്പോൾ നമുക്ക് ഈ ഡിസിഷൻ നമ്മുടെ റോങ് ആയി പോകും. നമ്മൾ പറയാം നമുക്കൊരു 8% കിട്ടും. നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് അല്ലേ എടുക്കുന്നത്. അപ്പോൾ 8% കിട്ടും. ഈ 8%-ത്തിനാണ് എന്തെന്ന് വിളിക്കുക, ഇംപ്ലിസിറ്റ് കോസ്റ്റ്. ഉണ്ടോ? ഇംപ്ലിസിറ്റ് കോസ്റ്റ് മീൻസ് നോക്കിക്കേ, ദ റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് ക്യാൻ ബി ഏൺഡ് ബൈ ഇൻവെസ്റ്റിംഗ് ദ ഫണ്ട് ഇൻ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ 10 ലക്ഷം രൂപ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഞാൻ കൊണ്ട് ബ്ലേഡിന് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന റിട്ടേൺ, ഈ റിട്ടേൺ ആണ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഇത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റാണ്. നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തിയിട്ട് അത് ഓപ്പർച്യൂണിറ്റി ദ ബെനിഫിറ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആയിരുന്നു. ബിസിനസ് തുടങ്ങാതെ നമ്മൾ ഇവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും 8%. അതുകൊണ്ട് നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇവിടെ കൊണ്ട് എന്ത് തുടങ്ങിയത്, ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്ത്. കിട്ടിയോ? അപ്പോൾ
സോ ഇൻവെസ്റ്റർ, സോ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്താ? ഇറ്റ് ഈസ് എ ഡിസ്കൗണ്ട് റേറ്റ് അറ്റ് വിച്ച് വാട്ട് ഈസ് സീറോ? പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ് ആൻഡ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോസ് ആർ ഈക്വൽ ഓർ NPV is zero. ഓക്കെ. ഇംപ്ലിസിറ്റ് കോസ്റ്റോ, ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് ക്യാൻ ബി ഏൺഡ് ബൈ ഇൻവെസ്റ്റിംഗ് ദ ഫണ്ട് ഇൻ അതർ ഓൾട്ടർനേറ്റീവ്. ഞാൻ ബിസിനസ് തുടങ്ങാതെ ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന റിട്ടേൺ നമ്മളിത് തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പോൾ നമ്മൾ വിചാരിക്കുക ബിസിനസ്സിൽ നമുക്ക് 10% റിട്ടേൺ കിട്ടുന്നുള്ളൂ. സപ്പോസ് ഞാൻ പോയി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ബ്ലേഡിന് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് 13% കിട്ടും. ഞാൻ ഏത് ഓൾട്ടർനേറ്റീവ് എടുക്കുക? ഈ ഓൾട്ടർനേറ്റീവ് എടുക്കുക. അതാണ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിച്ചു. പൈസ എങ്ങനെ വിനിയോഗം നടത്തണം, പണം എറിഞ്ഞാലേ പണം വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ പണം കയ്യിലുണ്ടെങ്കിൽ ബിസിനസ് തുടങ്ങണോ വേണ്ടയോ അതോ പലിശയ്ക്ക് കൊടുത്താൽ മതിയോ, നമുക്ക് ഈ തീരുമാനമെല്ലാം എടുക്കണം. ഇത് നോക്കുന്ന എപ്പോഴും നമ്മൾ ഈ കോസ്റ്റ് നോക്കിയിട്ട് നമുക്ക് എത്ര റിട്ടേൺ കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ റിട്ടേണിനാണ് എന്തെന്ന് വിളിക്കുക? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ കണ്ടു എന്താ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. വലിയൊരു വീഡിയോ ആയിട്ടുണ്ട്, ഒന്ന് കേട്ട് പഠിക്കുക, നോട്ട് എഴുതിയെടുക്കണം.